A very good morning to all the dignitaries, priests, sisters, and the members of the church watching today's event. I extend a heartfelt and warm welcome to all of you on this incredible occasion. The Pope proclaimed December 8th, 2020 to December 8th, 2021 as the year of Saint Joseph. And it gives me great honor to stand here at Saint Joseph's Church, Powai, to follow in the Holy See's footsteps, to participate in the inauguration of the Year of Saint Joseph in our very own Diocese of Kalyan. Especially through these trying times of the COVID-19 pandemic, we can all discover an intercessor in Joseph, the man who goes unnoticed, a daily, discreet and hidden presence, a support and a guide in times of trouble. On that note, I request all of you to participate in the prayer song. Natha Atmavine Tannidane Niyen Ashwasamai Vannidane Natha Atmavine Tannidane Niyen Ashwasamai Vannidane En Pavavam En Rogavam Varadanamai Kribayegini Mojichu Sugamakane O Natha Atmavine Tannidane Niyen Ashwasamai Vannidane Manasin Murivugalilage Sneham Pagaruvarinai Vajanam Karanidaliyumbol Jeevan Nirayumadinai Niyendeyullil വാഴുന്ന നേരം മനഃശാന്തി നൽകിടമേ ഓ നാഥ ആത്മാവിനെ തന്നിടണേ നീയൻ ആശ്വാസമായി വന്നിടണേ നാഥ ആത്മാവിനെ തന്നിടണേ നീയൻ ആശ്വാസമായി വന്നിടണേ. Thank you all. That was indeed a wonderful start for today's event. Without further ado, I invite Father Jojo Arakil to give the welcome address. അഭിമന്യ പിതാവേ, മോൺസിഞ്ഞോർ ഫ്രാൻസിസ് അച്ചാം, ഇമ്മാനുവൽ അച്ചാം, മിസ്സിസ് ജോഫിയാനിൽ, മിസ്റ്റർ ജോസ് മാത്യു, വിശുദ്ധ യൗസേ പിതാവിൻ്റെ ഈ വർഷത്തിൻ്റെ ഇനോഗ്രേഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വലിയ വിശുദ്ധനായിട്ടുള്ള വിശുദ്ധ യൗസേ പിതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശുദ്ധ യൗസേ പിതാവിൻ്റെ ലുത്തനിയിലെ ചൊല്ലുന്ന രണ്ട് പ്രാർത്ഥനകൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നത്, ഒന്ന് കുടുംബജീവിതക്കാരുടെ മധ്യസ്ഥൻ, രണ്ട് കന്യകകളുടെ കാവൽക്കാരൻ. പ്രഥമ ദൃഷ്ട്യ ഇത് നോക്കുമ്പോൾ ഒരു പാരഡോക്സ് അല്ലെങ്കിൽ വിരോധാഭാസം പോലെ തോന്നുന്ന രണ്ട് വിശേഷണങ്ങളാണ് കുടുംബജീവിതക്കാരുടെയും ബ്രഹ്മചാരികളുടെയും മധ്യസ്ഥനായിട്ട് ഒരു വ്യക്തിക്ക് എങ്ങനെ വരുവാനായിട്ട് സാധിക്കും. ഞാൻ ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്ത ഇതാണ് വിശുദ്ധ യൗസേ പിതാവിൻ്റെ വിശുദ്ധിയുടെ ഉയരം എന്ന് തന്നെ വേണം കരുതുവാനായിട്ട്. എൻ്റെ ചിന്തയിൽ അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ യൗസേ പിതാവിനെ പരിശുദ്ധ പിതാവ് തിരുസഭയുടെ പാലകനായിട്ടും നമുക്ക് നൽകിയിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ വർഷം ആഘോഷിക്കുമ്പോൾ നമ്മൾ ഏത് ജീവിത അവസ്ഥയിലുള്ളവരായാലും, വിവാഹ ജീവിതത്തിലായാലും സന്യസ്ത പൗരോഹിത്യ ജീവിത അന്തസ്സിലായാലും നമുക്കെല്ലാവർക്കും ഒരുപോലെ അനുകരിക്കാവുന്ന ഒരു വലിയ മധ്യസ്ഥനാണ് വിശുദ്ധ യൗസേപ്പിതാവ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനിയും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. നമ്മളിന്ന് ഔദ്യോഗികമായിട്ട് നമ്മുടെ രൂപതയിലെ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ വർഷം ഉദ്ഘാടനം ചെയ്യുകയാണല്ലോ. ഈ ഉദ്ഘാടന കർമ്മത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന അഭിമന്യ പിതാവിനെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഉദ്ഘാടന പരിപാടികൾ എവിടെ വെച്ച് നടത്താം എന്ന് ആലോചന വന്നപ്പോൾ അഭിമന്യ പിതാവ് തന്നെയാണ് വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞത്, വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ നാമധേയത്തിലുള്ള ഒരു ദേവാലയത്തിൽ വെച്ച് ഇത് നടത്തുകയായിരിക്കുകയില്ലേ ഏറ്റവും നല്ലത് എന്ന് പിതാവ് തന്നെ അഭിപ്രായപ്പെട്ടു. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി പിതാവിൻ്റെ ആ സജഷൻ സ്വീകരിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തു. എങ്കിലും ചെറിയ ഒരു സംശയം മാത്രം ഞങ്ങൾക്ക് ബാക്കിയുണ്ടായിരുന്നു. ഈ പരിപാടികൾ റെക്കോർഡ് ചെയ്യുന്ന സ്ഥലത്തേക്ക് അഭിമന്യ പിതാവിനെ വ്യക്തിപരമായിട്ട് വരുവാനായിട്ട് സാധിക്കുമോ എന്നുള്ളൊരു ചെറിയൊരു സംശയം. കാരണം നമുക്കറിയാവുന്നതുപോലെ പിതാവ് കോവിഡ് ബാധിതനായി സുഖം പ്രാപിച്ചു വരുന്നതേയുള്ളൂ, ഒത്തിരിയേറെ ക്ഷീണിതനാണ്. എങ്കിലും എനിക്ക് തോന്നുന്നു വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ തന്നെ മധ്യസ്ഥതയാലെ ഇന്ന് നമ്മോട് കൂടെ ആയിരിക്കുവാൻ അഭിമന്യ പിതാവിനെ സാധിക്കുന്നുണ്ട്. അഭിമന്യ പിതാവിനെ എല്ലാവരുടെയും പേരിൽ ഇന്നത്തെ ഈ ഉദ്ഘാടന പരിപാടിയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മോടുകൂടെ ഇന്നത്തെ പരിപാടിയിലെ നമ്മുടെ രൂപതയുടെ പുതിയ പ്രോട്ടോസെഞ്ചലൂസ് അല്ലെങ്കിൽ വികാർ ജനറലായിട്ടുള്ള മോൺസിഞ്ഞോർ ഫ്രാൻസിസ് എലുവത്തിങ്കൽ അച്ഛനുണ്ട്. അച്ഛനെ നമ്മൾ കാണുമ്പോൾ താടിയൊക്കെ നരച്ചമാതിരി തോന്നും. പക്ഷേ അദ്ദേഹത്തിൻ്റെ താടി നരച്ചാലും ഇപ്പോഴും വളരെ യുവത്വത്തോടു കൂടിയിട്ട് തൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്ന അച്ഛനാണ്. അച്ഛനെയും ഈ പരിപാടിയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഇമ്മാനുവൽ അച്ഛൻ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ രൂപതയുടെ പ്രോട്ടോസെഞ്ചലൂസായി ജോലി ചെയ്ത് ഇനിയൊരു വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാതെ വീണ്ടും ഒരു തിരക്കിട്ട ഇടവക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് മദർ ഓഫ് വിക്ടറി ചർച്ചിലെ വികാരിയായി ജോലി ചെയ്യുന്ന അച്ഛനും ഇന്ന് നമ്മോടൊത്തുണ്ട്. അച്ഛനെയും ഈ പരിപാടിയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യുവജനങ്ങളുടെയും അൽമായ സഹോദരങ്ങളുടെയും വൈദികരുടെയും സന്യസ്തരുടെയും എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് പാസ്റ്റർ കൗൺസിൽ ജോയിൻറ്റ് സെക്രട്ടറി നമ്മോടൊത്തുമുണ്ട്, മിസ്സിസ് ജോഫി അനിൽ. ജോഫി, വാം വെൽക്കം ടു ദിസ് ഇവൻറ്റ്. നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ നമ്മോടൊപ്പമായിരിക്കുന്നത് പിതൃവേദിയുടെയും KLMൻ്റെയും പ്രസിഡൻ്റായിട്ടുള്ള മിസ്റ്റർ ജോസ് മാത്യു ആണ്. ഞാൻ നോക്കിയപ്പോൾ ഔസേപ്പിതാവിൻ്റെ ഈ ഒരു വർഷം ആഘോഷിക്കുമ്പോൾ ഔസേപ്പിതാവിൻ്റെ നാമധാരിയായിട്ടുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ, ജോസ് മാത്യു. ജോസ് മാത്യുവിനെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അവസാനിപ്പിക്കുന്നതിന് മുൻപായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പ് ആൾക്കാർ ഈ ഉദ്ഘാടന പരിപാടി TV-യിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് കണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, നിങ്ങളിത് കാണുന്നതാണ് ഈ പരിപാടിയുടെ വിജയം. ഇത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്നു കൊണ്ട്, രൂപതയുടെ വിവിധ ഭാഗങ്ങളിലിരുന്നു കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും, എല്ലാ വൈദികരെയും സന്യസ്തരെയും ഇടവജനങ്ങളെയും ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വിശുദ്ധ യൗസേപ്പിതാവിനോടൊത്തുള്ള യാത്ര ആരംഭിക്കാം. അങ്ങനെ ആ വിശുദ്ധനോടൊത്ത് നമുക്ക് നിത്യസൗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനുമായിട്ട് പരിശ്രമിക്കാം. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Acha. It is a great privilege for me to now invite Monsignor Francis Elwethingal, Protosyncellus, for the explanation of our Pope Francis apostolic letter. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പാത്രിസ് കോർദെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഡിസംബർ 8 2020 അപ്പസ്തോലിക ലേഖനം
പാത്രിസ് കോർദെ എന്ന ലത്തീൻ വാക്കിൻ്റെ അർത്ഥം വിത്ത് എ ഫാദേഴ്സ് ഹാർട്ട് എന്നാണ്. യൗസേപ്പ് പിതാവിൻ്റെ വർഷമായിട്ട് ഡിസംബർ 8, 2021 വരെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ധ്യാന വിഷയമാക്കേണ്ട 7 ചിന്തകൾ ഫ്രാൻസിസ് മാർപ്പാപ്പ അവതരിപ്പിക്കുന്നുണ്ട് അപ്പസ്തോലിക ലേഖനത്തിൽ. ഒന്നാമത്തേത് സ്നേഹനിധിയായ പിതാവ് എന്നുള്ള ചിന്തയാണ്. യേശുവിനെ വളർത്തുവാനായിട്ട് ദൗത്യമേൽപ്പിക്കപ്പെട്ടപ്പോൾ, മറിയത്തിൻ്റെ ഭർത്താവാകാനായിട്ട് ക്ഷണം കിട്ടിയപ്പോൾ അതിനെ പൂർണ്ണമായ സ്നേഹത്തോടെ സ്വീകരിച്ച ഒരു വ്യക്തിയാണ് യൗസേപ്പ് പിതാവ്. രണ്ടാമത്തേത് വാത്സല്യനിധിയായ പിതാവ് എന്നതാണ്. ഹൃദയത്തിൽ പുത്രനെ കൈകളിലെടുത്തപ്പോൾ മുതലുള്ള വാത്സല്യം, സ്നേഹം, സന്തോഷം, ഒപ്പം തന്നെ കാണാതായപ്പോഴുള്ള ദുഃഖം, ഉത്കണ്ഠ, ആകുലത, ഇതെല്ലാം ഉള്ളിൽ പേറിയ വാത്സല്യമുള്ള ഒരപ്പൻ. മൂന്നാമത്തേത് ദൈവത്തെ അനുസരിച്ച ഒരു പിതാവ്. പലപ്പോഴും താൻ ചെയ്യേണ്ടത് എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അത് വേണ്ട, ചെയ്യണ്ട എന്നൊക്കെ ഉള്ളിൽ തോന്നിയവനുമായിരുന്നു. പക്ഷേ ദൈവം തന്നോടതനുസരിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നു എന്ന് മനസ്സിലായപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ അദ്ദേഹം അതനുസരിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ ഹിതം സ്വീകരിച്ചൊരു പിതാവ് എന്നുള്ളതാണ് നാലാമത്തേത്. മാതാവിനെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ മനസ്സിൽ തോന്നിയപ്പോൾ, പുത്രനെ സംരക്ഷിക്കുവാൻ വേണ്ടി പല സ്ഥലങ്ങളിലേക്ക് പുത്രനും ഭാര്യയുമായിട്ട് പോകേണ്ടി വന്നപ്പോഴൊക്കെ ദൈവത്തിൻ്റെ ഹിതം ഇതാണെന്ന് വെളിപ്പെടുത്തപ്പെട്ടപ്പോൾ, സ്വപ്നത്തിലൂടെ മുന്നറിയിപ്പ് ലഭിച്ചപ്പോൾ അത് പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് അത് നടപ്പിലാക്കിയ വളരെ വിശ്വസ്തനായ ഒരു പിതാവിനെ യൗസേപ്പ് പിതാവിൽ കാണാൻ സാധിക്കുകയാണ്. അതുപോലെ ധൈര്യമുള്ളൊരു പിതാവ്. രാത്രികളിലോ പകലുകളിലോ പോകുന്ന സ്ഥലങ്ങളെ പറ്റിയോ ഒന്നും അറിവില്ലാത്ത, എന്ത് ചെയ്യണമെന്നറിയാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയപ്പോൾ എന്തു വരട്ടെ ദൈവം കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടി ധൈര്യത്തോടുകൂടി പോകുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ദൈവവിശ്വാസത്തിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ളൊരു ചിത്രമായിട്ട് കാണാൻ സാധിക്കുകയാണ്. അധ്വാനിച്ചിട്ടാണ് അദ്ദേഹം ജീവിച്ചത്. അധ്വാനിയായ പിതാവ് എന്നുള്ളതാണ് ആറാമത്തെ ചിന്ത. അദ്ദേഹം ഒരു മരപ്പണിക്കാരനായിരുന്നു എന്ന് സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ അധ്വാനിച്ചാണ് ഭാര്യയെയും മകനെയും നോക്കിയത്, വളർത്തിയത്. ഏഴാമത്തേത് ദൈവപിതാവിൻ്റെ നിഴലായിരുന്നൊരു പിതാവെന്നാണ്. ദൈവത്തിൻ്റെ ഹിതം, സ്വർഗീയ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ പരിപൂർണരായിരിക്കുക, സ്വർഗീയ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ കരുണയുള്ളവരായിരിക്കുക എന്ന പുത്രൻ്റെ ആഹ്വാനം വെച്ച് നോക്കുമ്പോൾ ഈ പിതാവിന് സ്വർഗീയ പിതാവിൻ്റെ ഹൃദയമായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരുണ്യവും ദയയും വാത്സല്യവും സ്നേഹവും ത്യാഗം സഹിക്കാനുള്ള സന്നദ്ധതയും കഠിനാധ്വാനം ചെയ്യുവാനുള്ള താല്പര്യവും ഒക്കെ വളരെയധികം വിളഞ്ഞു നിന്ന ഒരു പിതാവായിട്ടാണ് നമ്മൾ യൗസേപ്പ് പിതാവിനെ കാണുക. വിശുദ്ധ ഗ്രന്ഥത്തിലെ മത്തായി, ലൂക്കാ സുവിശേഷകന്മാർ 8 സ്ഥലത്തെങ്കിലും യൗസേപ്പ് പിതാവിനെ പറ്റി വ്യക്തതയോടുകൂടി പറയുന്നുണ്ട്. അദ്ദേഹം അധികം സംസാരിച്ചതായി കാണുന്നില്ല. എന്നാൽ അദ്ദേഹം ഇന്ന് കത്തോലിക്ക തിരുസഭയുടെ പേട്രനായിട്ട്, സംരക്ഷകനായിട്ട് അറിയപ്പെടുന്നു, സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ വർഷം ആചരിക്കുന്നത് പിയൂസ് 11 മാർപ്പാപ്പ 1870 വിശുദ്ധ യൗസേപ്പ് പിതാവിനെ പേട്രൺ ഓഫ് ദ യൂണിവേഴ്സൽ ചർച്ച് എന്ന് പ്രഖ്യാപിച്ചതിൻ്റെ 150-ാം വർഷത്തിൻ്റെ ഓർമ്മയാചരണമായിട്ടാണ് ആചരിക്കപ്പെടുക. അതോടൊപ്പം തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട്, കൊറോണ വൈറസിൻ്റെ വ്യാപനത്തിൽ ഒരുപാട് നിശബ്ദ സേവനം ചെയ്യുന്ന മനുഷ്യരെ കൂടി ഇക്കാലഘട്ടത്തിൽ ഓർമ്മിക്കുന്നുവെന്ന്. ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാർ, നഴ്സുമാർ, അറ്റൻഡർമാർ, വാഹനങ്ങൾ ഓടിക്കുന്നവർ, വൃത്തിയാക്കുന്നവർ, അച്ചടക്ക പാലകർ,
തുടങ്ങി ഒരുപാട് നിശബ്ദ സേവനം ചെയ്യുന്നവരെ യൗസേപ്പ് പിതാവിനോട് ഉപമിച്ചുകൊണ്ട് ഓർമ്മിക്കുമ്പോൾ ഈ ലോകത്തിൽ നിശബ്ദ സേവനം ചെയ്യുന്നവരെ എല്ലാവരെയും അവരുടെ ദൗത്യങ്ങളെയും വാനോളം ഫ്രാൻസിസ് മാർപ്പാപ്പ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നാൽ കൃത്യം പറയാത്ത ചില ചിന്തകൾ കൂടി തോന്നിപ്പോവുകയാണ്. കുടുംബങ്ങളെ പറ്റിയുള്ള സിനഡിൻ്റെ അവസാനത്തിൽ ഒരു അപ്പൻ്റെ സ്ഥാനം കുടുംബത്തിൽ എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന്, ആ അപ്പൻ്റെ സ്ഥാനത്തെ കുറച്ചുകൂടി കുടുംബങ്ങളിൽ വ്യക്തതയോടെ, തെളിവോടെ, മികവോടെ മനസ്സിലാക്കുവാൻ സാധിക്കണമെന്നുള്ള കാര്യം കൂടി മാർപ്പാപ്പ പറയാതെ പറഞ്ഞു വെക്കുകയാണ്. ഒരുപക്ഷെ മാർപ്പാപ്പയുടെ മനസ്സിൽ മറ്റൊരു ചിന്ത കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഇന്നത്തെ കാലഘട്ടത്തിലെ സഭയുടെ വെല്ലുവിളികളെ നേരിടുവാൻ യൗസേപ്പ് പിതാവിൻ്റെ മനോഭാവവും ശൈലിയും, യൗസേപ്പ് പിതാവിൻ്റെ വിശ്വാസവും, ദൈവത്തിൻ്റെ ഹിതത്തോടുള്ള കീഴ്വഴക്കവും അധ്വാനവും ഒക്കെ ആവശ്യമാണ് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വെക്കുകയാണ്. അവസാനത്തിൽ പറയുന്നു, ഈ ഒരു വർഷം ആചരിച്ച് അവസാനിക്കുമ്പോൾ യൗസേപ്പ് പിതാവിനെ മധ്യസ്ഥനായി മാത്രം കണ്ടാൽ പോരാ, പ്രാർത്ഥിക്കണം, യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം യാചിക്കണം. എന്നാൽ യൗസേപ്പ് പിതാവിൻ്റെ ജീവിത മാതൃക ജീവിതത്തിൽ പകർത്തണം. അത് പകർത്താൻ തുടങ്ങുമ്പോൾ, പകർത്താൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരം ആവശ്യമായി വന്നേക്കാം. മാനസാന്തരത്തിലേക്ക് നമ്മെ നയിച്ചുകൊണ്ട് യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിൻ്റെ ശൈലികളെയും മാതൃകകളെയും നമ്മുടെ ജീവിതത്തിലേക്ക് ഒപ്പിയെടുക്കുമ്പോൾ ഈ വർഷം അതിൻ്റെ ഫലം കാണും. ഈ വർഷം സഭയിൽ വലിയ ഒരു പുതിയ ഉണർവിന് കാരണമാകും. അത് സാധിക്കട്ടെ, അത് സംജാതമാകട്ടെ. പാത്രിസ് കോർദെ എന്നുള്ളത് യൗസേപ്പ് പിതാവിൻ്റെ ഹൃദയത്തെപ്പറ്റി മാത്രമല്ല, ദൈവപിതാവിൻ്റെ ഹൃദയത്തെ സ്വാംശീകരിച്ച യൗസേപ്പ് പിതാവിൻ്റെ ഹൃദയത്തെപ്പറ്റി പറയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പിതാവിൻ്റെ ഹൃദയമുള്ള മനുഷ്യരായി, മക്കളായി നമുക്ക് മാറാം. ഈ വർഷം നമുക്കതിന് സാധിക്കട്ടെ. ദൈവം നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. Thank you, Acha. I would now like to request our Bishop Ma Thomas Elevenal, Mrs. Joffy Anil and Mr. Jose Matthew, the President of the Pitruvedi and KLM, to come up on stage for the official inauguration of the Year of St. Joseph. Next, we will have the unfolding of this year logo, which will be handed over to Mr. Jose Matthew by our Bishop. I thank you all. It is with great honor that I now invite our ever-resilient Bishop, His Excellency Ma Thomas Elevenal, for the inaugural address. സ്നേഹബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഈശ്വരനും പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള മക്കളെ, നമുക്കെല്ലാവർക്കും അറിയാം, ഫ്രം 8th December 2020 to 8th December 2021, the year of St. Joseph,
വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ വർഷമായിട്ട് സഭ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിശുദ്ധ ഔസേപ്പ് പിതാവിനെ ആഗോള കത്തോലിക്ക സഭയുടെ പേട്രനായിട്ട് പ്രഖ്യാപിച്ചതിൻ്റെ 150-ാം വാർഷികത്തോട് അനുബന്ധിച്ചാണ് ഈ വർഷം പ്രത്യേകമായിട്ട് നമ്മൾ ഔസേപ്പ് പിതാവിൻ്റെ വർഷമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഈ ഇയർ ഓഫ് സെയിൻറ്റ് ജോസഫ് ആചരണത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് മനസ്സിൽ കൃത്യമായിട്ടും ഓർത്തിരിക്കാം. ഒന്നാമതായിട്ട് വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കണം. ഔസേപ്പ് പിതാവിനോടൊരു ഭക്തിയിൽ നമ്മൾ കൂടുതൽ വളരണം. ഒരുപക്ഷെ അതിലും പ്രധാനപ്പെട്ടതായിട്ട് സഭ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ ജീവിത മാതൃക നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലേക്ക് പകർത്തുക. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ കുടുംബനാഥന്മാർ. നമുക്കറിയാം, ഇന്ന് കുടുംബ ബന്ധങ്ങളൊക്കെ ഉലച്ചിൽ നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. കുടുംബമാണ് സഭയുടെയും സമൂഹത്തിൻ്റെയും എല്ലാം അടിത്തറ. അതുകൊണ്ട് കുടുംബങ്ങളെ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ സഭയും സമൂഹത്തെയും ശക്തിപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, രക്ഷാകര ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പരിശുദ്ധ കന്യകാ മാതാവ് കഴിഞ്ഞാൽ രക്ഷാകര ചരിത്രത്തിൽ ഈശോയുടെ ഏറ്റവും അടുത്ത് സഹകരിച്ച വ്യക്തി വിശുദ്ധ ഔസേപ്പ് പിതാവാണ്. അതുകൊണ്ട് സഭയിൽ പരിശുദ്ധ കന്യകാ മാതാവ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം നമ്മൾ ആദരിക്കുകയും മാധ്യസ്ഥ അപേക്ഷിക്കുകയും ചെയ്യുന്നത് വിശുദ്ധ ഔസേപ്പ് പിതാവിനോടാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു വർഷാചരണത്തിൽ വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ അപേക്ഷിക്കണം. അതിനായിട്ട് നമ്മുടെ ദേവാലയങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലുമെല്ലാം വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ രൂപം അല്ലെങ്കിൽ ഒരു ഹോളി പിക്ചർ അലങ്കരിച്ച് നമ്മൾ ആദരിക്കുന്നത് വളരെ മനോഹരമായിരിക്കും. അതോടുകൂടെ നമ്മുടെ കുടുംബ പ്രാർത്ഥനയോട് ചേർന്ന് വിശുദ്ധ ഔസേപ്പ് പിതാവിനോടുള്ള പ്രാർത്ഥന പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് നൽകപ്പെടുന്നതാണ്. അത് പ്രാർത്ഥിക്കണം. ഈ വർഷം പ്രത്യേകിച്ച് വിശുദ്ധ ഔസേപ്പ് പിതാവിനോടുള്ള പ്രാർത്ഥനയ്ക്ക് പൂർണ്ണ ദണ്ഡവിമോചനം, പ്ലിനറി ഇൻ്റലിജൻസ് സഭ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കൃപാവരങ്ങളെല്ലാം നമുക്ക് ഈ ആചരണത്തിലൂടെ ലഭിക്കുവാനായിട്ട് വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. ഞാൻ പറഞ്ഞു, അതിലും ഒരു പക്ഷേ കൂടുതൽ പ്രധാനപ്പെട്ടത് ഈ വർഷാചരണത്തിൽ വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ മാതൃക നമ്മൾ അനുകരിക്കാൻ പരിശ്രമിക്കുക. വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ ആ രൂപത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഔസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിൽ വിളങ്ങുന്ന സുഹൃതങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. ധാരാളം സുഹൃതങ്ങളുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്കറിയാം, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ വിശുദ്ധ ഔസേപ്പ് പിതാവിനെ കുറിച്ച് ധാരാളം പ്രതിപാദനങ്ങളുണ്ട്. ഏറ്റവും മനോഹരമായിട്ടുള്ളത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുക. അവളുടെ ഭർത്താവായ ഔസേപ്പ് നീതിമാനായിരുന്നു. ഒറ്റ വാക്കിൽ അവസാനിപ്പിച്ചു. എൻ്റെ മനസ്സിലേക്ക് വരുന്നത് വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ സുഹൃതങ്ങളിൽ നിന്നും ഒരു 6 സുഹൃതങ്ങൾ പ്രത്യേകമായിട്ട് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ 6 ഗുണങ്ങൾ ഓർത്തിരിക്കാനായിട്ട് എളുപ്പമാർഗമുണ്ട്. ഞാൻ അനലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ജോസഫ് എന്ന പേരാണ്. ജോസഫ് എന്ന പേരിൽ നമുക്കറിയാം 6 ആൽഫബറ്റ്സ് ഉണ്ട്. JOSEPH. ഈ ഓരോ ആൽഫബറ്റും വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിലെ സുഹൃതങ്ങളെ ദ്യോതിപ്പിക്കുന്നതായിട്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് ജെ സ്റ്റാൻഡ്സ് ഫോർ ജസ്റ്റ് മെയിൻ, നീതിമാനായ മനുഷ്യൻ. നമ്മളെല്ലാവരും നീതിമാന്മാരായി കാണപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനുള്ള പരിശ്രമത്തിൽ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ളവരെ അറിയാതെ കുറ്റപ്പെടുത്തും നമ്മളെ നീതീകരിക്കാനായിട്ട്. എന്നാൽ വിശുദ്ധ ഔസേപ്പ് പിതാവ് എങ്ങനെയാണ് നീതിമാനായി തീർന്നത് നമ്മൾ കാണുന്നുണ്ട്. ഭാര്യയായ പരിശുദ്ധ കന്യകാ മാതാവ് തന്നോട് അവിശ്വസ്തത കാണിച്ചു എന്ന് ഔസേപ്പ് പിതാവിന് തോന്നി. അപ്പോൾ ന്യായമായിട്ട് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നിട്ട് അവളെ കുറ്റം വിധിക്കാമായിരുന്നു. ഔസേപ്പ് പിതാവ് അങ്ങനെ നീതിമാനാകാനായിട്ട് ആഗ്രഹിച്ചില്ല. ആ കുറ്റം പോലും ഏറ്റെടുത്തിട്ട് അവിടുന്നും മാറിപ്പോകാനായിട്ടാണ്. അപ്പോൾ എന്ത് ഫലമുണ്ടായി? ദൈവം വിശുദ്ധ ഔസേപ്പ് പിതാവിനെ നീതിമാനായി അല്ലെങ്കിൽ നീതീകരിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവമാണ് നമ്മെ നീതീകരിക്കേണ്ടത് എന്ന് വിശുദ്ധ ഔസേപ്പ് പിതാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് O സ്റ്റാൻഡ്സ് ഫോർ ഒബീഡിയൻസ്. നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട് വിശുദ്ധ ഔസേപ്പ് പിതാവ് ദൈവം നൽകിയ എല്ലാ
നിർദ്ദേശങ്ങളും അക്ഷരം പ്രതിപാലിച്ചു. പരിശുദ്ധ കന്യകാമാതാവ് അവിശ്വസ്തയായിട്ട് കാണപ്പെട്ടു. അല്ലെങ്കിൽ കുടുംബത്തെക്കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടപ്പോൾ മാലാഖ വഴിയായിട്ട് വന്ന് പറയുകയാണ്, കന്യകാമാതാവിനെ സ്വീകരിക്കണം, അവളിൽ ജനിക്കാൻ പോകുന്ന ശിശുവിന് ഈശോ എന്ന് പേര് കൊടുക്കണം. ഇതെല്ലാം അക്ഷരം പ്രതി അനുസരിക്കുക. പിന്നീട് ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും ഒരു നിയമം മാത്രമേ ഉള്ളൂ, ദൈവത്തിൻ്റെ ഇഷ്ടം. ഹി വാസ് 100% ഒബീഡിയൻറ്റ് ടു ദി വിൽ ഓഫ് ഗോഡ്. അപ്പോൾ നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഓർത്തിരിക്കുക, പ്രത്യേകിച്ചും മാതാപിതാക്കൾ ദൈവത്തിൻ്റെ ഇഷ്ടം ജീവിതത്തിൽ നിറവേറ്റാൻ എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. അതായിരിക്കണം ജീവിതത്തിൻ്റെ നിയമം. മൂന്നാമതായിട്ട് നമുക്കറിയാം, എസ് സ്റ്റാൻഡ്സ് ഫോർ സൈലൻസ്. വിശുദ്ധ യൗസേപ്പിതാവിനെ കുറിച്ച് ബൈബിളിൽ നമ്മൾ ധാരാളം വായിക്കുന്നുണ്ട്. എന്നാൽ വിശുദ്ധ യൗസേപ്പിതാവ് സംസാരിച്ചതായിട്ട് ഒരു വാക്ക് പോലും രേഖപ്പെടുത്തിയിട്ടില്ല. ഹി വാസ് എ മാൻ ഓഫ് സൈലൻസ്. ഇന്ന് നമ്മൾക്ക് കൂടുതലും സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്, കേൾക്കാൻ നമുക്ക് വിമുഖതയാണ്. വിശുദ്ധ യൗസേപ്പിതാവ് സംസാരിക്കാതെ ഏറ്റവും വിശുദ്ധൻ്റെ മാതൃകയായി തീർന്നെങ്കിൽ നമ്മളും പരിശ്രമിക്കേണ്ടത് ഇതാണ്. 1000 നല്ല വാക്കുകൾ നമുക്ക് പറയാൻ സാധിക്കും. അതിലും പ്രധാനപ്പെട്ടത് ഒരു നല്ല പ്രവൃത്തിയാണ് എന്ന് വിശുദ്ധ യൗസേപ്പിതാവ് നമുക്ക് കാണിച്ചു തരികയാണ്. അതുകൊണ്ട് യൗസേപ്പിതാവിൻ്റെ ഒരു മാതൃക, അത്യാവശ്യമുള്ളപ്പോഴും ആവശ്യമുള്ളപ്പോഴും ഒക്കെ മാത്രം സംസാരിക്കുക. വിശുദ്ധ യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, നാവ് കൊണ്ട് പിഴയ്ക്കാത്തവൻ ഭാഗ്യവാൻ. അത് നമ്മുടെ മനസ്സിൽ നിന്ന് ഓർത്തിരിക്കാൻ യൗസേപ്പിതാവിൻ്റെ മാതൃക നമ്മുടെ കൺമുമ്പിലുണ്ടായിരിക്കണം. നാലാമതായിട്ട് that stands for efficiency to fulfill the will of God. ദൈവം പറഞ്ഞതെല്ലാം നിറവേറ്റാനുള്ള വലിയ ശക്തി യൗസേപ്പിതാവിന് ലഭിച്ചു. അത്ഭുതകരമാണ് നമുക്ക് പറയാൻ സാധിക്കും. നിയമമനുസരിച്ച് ഗർഭിണിയായ പരിശുദ്ധ കന്യകാമാതാവിനെയും കൂട്ടിക്കൊണ്ട് ബേത്ലഹേമിലേക്ക് പോയി. അവിടെ ഒരിടവൊന്നും കിട്ടിയില്ല. എങ്കിലും ആ പരിമിതികളെല്ലാം അതിജീവിക്കാൻ യൗസേപ്പിതാവിന് സാധിച്ചു. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, ഉണ്ണീശോ പിറന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ നിർദ്ദേശം ലഭിക്കുകയാണ്, ഈജിപ്തിലേക്ക് ഒളിച്ചോടി പോകണം. എത്ര അകലമുണ്ട് ബേത്ലഹേമിൽ നിന്ന് ഈജിപ്ത് ചെല്ലാനായിട്ട്? ഞങ്ങൾ ബസ്സിനൊക്കെ യാത്ര ചെയ്ത് ഓർക്കുന്നുണ്ട്, മണിക്കൂറുകൾ യാത്ര ചെയ്തു മടുത്തു. അല്ലെങ്കിൽ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നും വാഗ്ദത്ത ഭൂമിയിലെത്താനായിട്ട് 40 സംവത്സരം. ഈ ദൂരമാണ് യൗസേപ്പിതാവ് പരിശുദ്ധ കന്യകാമാതാവിനെയും കൊണ്ട് യാത്ര ചെയ്യുന്നത്. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്, എവിടെ നിന്ന് ശക്തി കിട്ടി? എഫിഷ്യൻസി ടു ഫുൾഫിൽ ദി വിൽ ഓഫ് ഗോഡ്, പരിശുദ്ധാത്മാവ് കൊടുത്ത ശക്തിയാണ്. അത് യൗസേപ്പിതാവിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങളൊക്കെ നിറവേറ്റണമെങ്കിൽ സ്വന്തം ശക്തിയിൽ മാത്രം സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് ആവശ്യമുണ്ട് എന്നൊരു കാര്യം നമുക്ക് ഓർത്തിരിക്കണം. ഈ അഞ്ചാമതായിട്ട് നമ്മൾ കാണുന്നത് പി ആണ്. പി സ്റ്റാൻഡ്സ് ഫോർ പ്യൂരിറ്റി. നമുക്കറിയാം, വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ചിത്രത്തിലും രൂപത്തിലും എപ്പോഴും ലില്ലി പുഷ്പമുണ്ട്. ആ ലില്ലി പുഷ്പം സിമ്പിൾ ഓഫ് പ്യൂരിറ്റി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ശുദ്ധതയുടെ മനുഷ്യർ, പീപ്പിൾ ഹു ലീവ് എ ചേസ്റ്റ് ലൈഫ്. കന്യാവ്രതക്കാരുടെ കാവൽക്കാരനാണ്, ബ്രഹ്മചാരികളുടെ മധ്യസ്ഥനാണ് വിശുദ്ധ യൗസേപ്പിതാവ്. നമ്മോട് പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ വിശുദ്ധമായൊരു ജീവിതം നയിക്കണം, നിർമ്മലമായ ജീവിതം നയിക്കണം. ഇതാണ് യൗസേപ്പിതാവ് നമ്മോട് നിശബ്ദമായിട്ട് പറയുന്നത്. അവസാനമായിട്ട് നമുക്കറിയാം, there is a H that stands for humility, എളിമ. കാരണം യൗസേപ്പിതാവ് തിരുക്കുടുംബത്തിൻ്റെ ഏത് ചിത്രം നമ്മൾ എടുത്തു നോക്കിയാലും ഉണ്ണീശോ മാതാവ് അതിൻ്റെ പിമ്പിൽ മാത്രമേ ഉള്ളൂ. വാസ് എ മാൻ വാസ് സ്റ്റാൻഡിങ് ബിഹൈൻഡ് ദ കർട്ടൻ. എളിമയുടെ മാതൃകയാണ്. മുമ്പിലോട്ടൊന്നും വരികയോ ഒന്ന് സംസാരിക്കുകയോ ഒന്നും ചെയ്യാത്ത വ്യക്തി. നമുക്ക് ഈ എളിമയുടെ ഒരു മാതൃക വിശുദ്ധ യൗസേപ്പിതാവിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഞാൻ അവസാനിപ്പിക്കുമ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വർഷാചരണത്തിലൂടെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് നമ്മുടെ കുടുംബങ്ങളുടെ നവീകരണമാണ്. എങ്ങനെയാണ് നവീകരിക്കപ്പെടേണ്ടത്? തിരുക്കുടുംബത്തിൻ്റെ മാതൃകയിൽ. അവർ ഹൗസസ് ബി ഹോളി ഫാമിലീസ്. അതിനെന്തൊക്കെയാണ് ആവശ്യമായിരിക്കുന്നത്? ഒന്നാമതായിട്ട് വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മാതൃകയിൽ നിന്നും കുടുംബനാഥന്മാരെല്ലാവരും നീതിമാന്മാരായിട്ട് നീതിയുടെ ജീവിതം നയിക്കാൻ പരിശ്രമിക്കുക. രണ്ടാമതായിട്ട് അമ്മമാരെല്ലാവരും പരിശുദ്ധ കന്യാമാതാവിനെ പോലെ നന്മ നിറഞ്ഞവരായി ജീവിക്കാനായിട്ട് പരിശ്രമിക്കണം. മൂന്നാമതായിട്ട് കുടുംബത്തിൽ മക്കളെല്ലാവരും ഉണ്ണീശോയെ പോലെ പ്രായത്തിലും ജ്ഞാനത്തിലും മാത്രമല്ല ദൈവത്തിൻ്റെ കൃപയിൽ വളർന്നു വരാനായിട്ട് പരിശ്രമിക്കണം. അപ്പോഴോ തിരുക്കുടുംബത്തിന് സദൃശമായിട്ട് നമ്മുടെ കുടുംബങ്ങളൊക്കെ മറ്റു ഹോളി ഫാമിലീസ് തിരുക്കുടുംബങ്ങളായി തീരും.
അതിനുവേണ്ട വലിയ അനുഗ്രഹം തിരുക്കുടുംബത്തിൻ്റെ പാലകനായ വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥത്തിലൂടെ നമുക്കെല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വർഷാചരണം ഏറ്റവും അനുഗ്രഹദായകമായി തീരാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. May God bless all of you and thank you to one and all of you. Thank you so much. I now request Father Emmanuel Kadankavil, Parish Priest of the Mother of Victory Church, Tikuchinivadi, to come up on stage for the explanation of indulgences. ഈശോയിൽ സ്നേഹമുള്ളവരെ, 2020 ഡിസംബർ 8 മുതൽ 2021 ഡിസംബർ 8 വരെ പരിശുദ്ധ പാപ്പ വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. ഈ അവസരത്തിൽ പാപ്പ നമുക്ക് ഇൻഡൾജൻസ് അഥവാ ദണ്ഡവിമോചനത്തിനുള്ള ഒരു അവസരവും കൂടി നൽകുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് റോമിൽ നിന്നുള്ള അപ്പസ്തോലിക് പെനിറ്റൻഷ്യറി പ്രത്യേക വിശദീകരണവും ഇറക്കിയിട്ടുണ്ട്. പരിശുദ്ധ പാപ്പ പറയുന്നു, പ്രാർത്ഥനയും സൽപ്രവൃത്തികളും വഴി വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥത്താൽ ഈ ലോക മഹാമാരികളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പരലോക സഹനങ്ങളിൽ നിന്നും ആശ്വാസവും വിടുതലും നേടാനാകും. അതായത് പാപ്പ നിഷ്കർഷിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഇപ്പോൾ ലോകത്തിലുള്ള ഈ മഹാമാരിയുടെ പ്രതിസന്ധികളിൽ നിന്നും അതുപോലെ തന്നെ ശുദ്ധീകരണ സ്ഥലത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന സഹനത്തിൽ നിന്നും വിടുതൽ ലഭിക്കും എന്ന് പാപ്പ നമ്മളെ പഠിപ്പിക്കുന്നു. എന്തൊക്കെയാണ് ഈ ദണ്ഡവിമോചനം അഥവാ ഇൻഡൾജൻസ് നേടാൻ നാം ചെയ്യേണ്ടത്? ഒന്നാമതായി പാപ്പ പറയുന്നത് പതിവ് ദണ്ഡവിമോചനത്തിന് ചെയ്യേണ്ട 3 കാര്യങ്ങൾ ചെയ്യണം. അതായത് കുമ്പസാരിക്കുക, കുർബാന സ്വീകരിക്കുക, കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് മാർപ്പാപ്പയുടെ നിയോഗത്തിനായി സ്വർഗസ്ഥനായ നന്മ നിറഞ്ഞ മറിയം, ത്രിത്വസ്തുതി എന്നിവ ചൊല്ലുക. രണ്ടാമതായി പാപ്പ പറയുന്നത് ഈ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ വർഷാചരണത്തിൽ സജീവമായി പങ്കെടുക്കണം. ഇത് എങ്ങനെ പങ്കെടുക്കണം സജീവമായി എന്നത് നമ്മളെ പഠിപ്പിക്കാനായി വ്യക്തമായി പാപ്പ 5 കാര്യങ്ങളാണ് പറയുക. നമുക്ക് ചെയ്യാവുന്നതും അതിലൂടെ ഈ ദണ്ഡവിമോചനത്തിന് അർഹരാകാവുന്നതുമായ 5 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, വിശുദ്ധ യൗസേപ്പ് പിതാവിനെക്കുറിച്ചുള്ള ഒരു ഏകദിന ധ്യാനത്തിൽ പങ്കുചേരണം. പക്ഷെ പാപ്പായ്ക്കറിയാം അതെല്ലാവർക്കും സാധ്യമാവുകയില്ല എന്ന്. അതുകൊണ്ട് അതിനൊരു പകരമായി ചെയ്യാവുന്ന ഓപ്ഷൻ പാപ്പ തരുന്നുണ്ട്. ഈ ധ്യാനത്തിൽ പങ്കുചേരാൻ പറ്റാത്തവർക്ക് ഒരു ദിവസം അരമണിക്കൂർ നേരം കർത്തൃപ്രാർത്ഥനയെക്കുറിച്ച് അഥവാ അവർ ഫാദർ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന ആ പ്രാർത്ഥനയെക്കുറിച്ച് അരമണിക്കൂർ നേരം ധ്യാനിച്ചാൽ മതിയാവും. രണ്ടാമതായി ചെയ്യേണ്ടത് കുടുംബമായി ഒരുമിച്ചിരുന്ന് പരിശുദ്ധ അമ്മയുടെ കൊന്ത ചൊല്ലണം. അതിനോടനുബന്ധിച്ച് ഈ വർഷം വിവാഹിതരാകാൻ പോകുന്നവർ, വിവാഹ ഉടമ്പടിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, വിവാഹത്തിനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ദമ്പതികൾ അവർ ഒരുമിച്ചിരുന്ന് ഈ കൊന്ത ചൊല്ലിയാൽ അവർക്കും ഈ ദണ്ഡവിമോചനത്തിന് അർഹതയുണ്ട്. മൂന്നാമത്തെ കാര്യം, സ്പിരിച്വൽ ആൻഡ് കോർപ്പറൽ വർക്ക്സ് ഓഫ് മേഴ്സി അഥവാ ആത്മീയവും ഭൗതികവുമായ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുക. അത് ഏതെങ്കിലും ഒരെണ്ണം ചെയ്ത് ഇതിന് അർഹരാകാൻ പറ്റും. തുടർന്ന് പാപ്പ 4ാമത്തെ കാര്യമായി പറയുന്നത്, ഈ വർഷം കുടുംബത്തിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവരായാലും ജോലി സ്ഥലത്ത് പോയി ജോലി ചെയ്യുന്നവരായാലും ആ ജോലി ചെയ്യുന്നതിന് മുൻപ് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കണം. 5ാമതായി ചെയ്യേണ്ടത് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ലുത്തിനിയ ചൊല്ലുക. പക്ഷേ പാപ്പ പറയുന്നു വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ലുത്തിനിയ എന്നത് ഒരു ലത്തീൻ പാരമ്പര്യമായതുകൊണ്ട് പൗരസ്ത്യ സഭകളിൽ പലതിലും ഇതില്ലാത്തതുകൊണ്ടും ആ ലുത്തിനിയ ഇല്ലാത്ത സഭകളിൽ അവരുടെ
തനത് സിനഡ് നിശ്ചയിക്കുന്ന ഒരു വിശുദ്ധ യൗസേപ്പിതാവിനോടുള്ള പ്രാർത്ഥന ചൊല്ലിയാലും മതിയാകും എന്നും പറയുന്നു. അങ്ങനെ ഈ വർഷ ആചരണത്തോടനുബന്ധിച്ചുള്ള 5 കാര്യങ്ങളും സാധാരണഗതിയിൽ ദണ്ഡവിമോചനം ലഭിക്കാനുള്ള 3 കാര്യങ്ങളും, അങ്ങനെ 8 കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഈ ലോക മഹാമാരിയിൽ നിന്നും അതിൻ്റെ പ്രതിബന്ധങ്ങളിൽ നിന്നും അതിൻ്റെ പരിണത ഫലങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ശുദ്ധീകരണ സ്ഥലത്തെ സഹനത്തിൽ നിന്നും നമുക്ക് പൂർണ്ണ മോചനം ലഭിക്കും എന്ന് ഈ ദണ്ഡവിമോചന പ്രഖ്യാപനത്തിലൂടെ പാപ്പ നമ്മെ പഠിപ്പിക്കുന്നു. ഇതിനോടനുബന്ധിച്ച് രോഗികളായിട്ടുള്ളവർ, പ്രായമായവർ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കാതെ പ്രായമായിട്ടിരിക്കുന്നവർ, മരണക്കിടക്കയിൽ കിടക്കുന്നവർ, ഇവർക്കൊരു ആനുകൂല്യം പാപ്പ നൽകുന്നുണ്ട് ദണ്ഡവിമോചനം നേടാനായിട്ട്. അവരോട് പാപ്പ പറയുന്നു, നിങ്ങൾ മാരക പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക, അതോടൊപ്പം അവിടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ മാർപ്പാപ്പയുടെ നിയോഗത്തിനായുള്ള സ്വർഗസ്ഥനായ നന്മ നിറഞ്ഞോറിയും ത്രിത്വസ്തുതിയും ചൊല്ലുക. മനസ്സിൽ വളരെ തീഷ്ണതയോടുകൂടി തീവ്രതയോടുകൂടിയുള്ള ഒരു ആഗ്രഹം ഏറ്റവും അടുത്ത നിമിഷത്തിൽ കുമ്പസാരിക്കുവാനും കുർബാന സ്വീകരിക്കുവാനുമുള്ള ആ ആഗ്രഹം നിലനിർത്തുക. തുടർന്ന് അറിയാവുന്ന ഒരു യൗസേപ്പിതാവിനോടുള്ള പ്രാർത്ഥന ചൊല്ലുക. ഒരു പക്ഷേ കുറേ പേർക്ക് എഴുതിത്തരുന്ന പ്രാർത്ഥന വായിക്കാൻ പറ്റാത്തവർ കാണും. അതുകൊണ്ട് പാപ്പ അങ്ങനെ ഒരു ആനുകൂല്യം കൂടി കൊടുക്കുന്നുണ്ട്. സ്വയം പ്രേരിതമായി വിശുദ്ധ യൗസേപ്പിതാവിനോട് ഒരു പ്രാർത്ഥന ചൊല്ലി അതിലൂടെയും ദണ്ഡവിമോചനം പ്രായമായവർക്കും രോഗികളായി കിടക്കുന്നവർക്കും നേടാവുന്നതാണ്. പാപ്പ അവസാനമായി വൈദികരോടൊരാഹ്വാനം ചെയ്തുകൊണ്ടാണ് അത് നിർത്തുന്നത്. വൈദികരോട് പറയുന്നു, പുരോഹിതരോട് പറയുന്നു, നിങ്ങൾ ജനത്തിന് ഈ ദണ്ഡവിമോചനം ഈ വർഷം നേടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കണം. അത് നിങ്ങളുടെ അജപാലന ദൗത്യത്തിൻ്റെ ഒരു കടമയാണ്, ഭാഗമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പാപ്പ ഈ ഒരു ലേഖനം നിർത്തുകയാണ്. സ്നേഹമുള്ള സഹോദരരെ, ഈ വർഷത്തിൽ ഈ ദണ്ഡവിമോചനത്തിന് അർഹരാകുവാനായി നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ പാപ്പായുടെ നിർദ്ദേശപ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് കഠിനമായി പരിശ്രമിക്കാം. വളരെ നല്ലൊരു അവസരമാണ് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുവാനും നമ്മുടെ സഹനത്തിൽ കുറവ് വരുത്തുവാനും രോഗങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കുവാനും ഒക്കെ പാപ്പ ഔദ്യോഗികമായി സഭയുടെ അധികാരം ഉപയോഗിച്ച് നൽകുന്നത്. അത് പൂർണ്ണമായി നമുക്ക് ഉപയോഗിക്കാം. ഇതിനായി ഈ വർഷം വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥം നമുക്ക് ഓരോരുത്തർക്കും, നമ്മുടെ ഓരോ കുടുംബത്തിനും, നമ്മുടെ ഈ ഇടവക സമൂഹങ്ങൾക്കും രൂപതാ സമൂഹത്തിനും സഭാതനയർക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. Thank you, Acha. Now I request Mr. Jose Matthew to come up on stage to read the prayer to Saint Joseph, which we will all be praying every day through the next year. വിശുദ്ധ യൗസേപ്പിതാവിനോടുള്ള ജപം. ഭാഗ്യപ്പെട്ട മാറിയ യൗസേപ്പേ, ഞങ്ങളുടെ അനർത്ഥങ്ങളിൽ അങ്ങേ പക്കൽ ഓടി വന്ന് അങ്ങേ പരിശുദ്ധ ഭാര്യയോട് സഹായം അപേക്ഷിച്ചതിൻ്റെ ശേഷം അങ്ങേ മധ്യസ്ഥതയെയും ഞങ്ങളിപ്പോൾ മനോശരണത്തോടുകൂടെ യാചിക്കുന്നു. ദൈവജനനിയായ മലോത്ഭവ കന്യകയോട് അങ്ങേ ഒന്നിപ്പിച്ച ദിവ്യസ്നേഹത്തെക്കുറിച്ചും ഉണ്ണി ഈശോയെ അങ്ങ് ആലിംഗനം ചെയ്ത അങ്ങേ പൈതൃകമായ സ്നേഹത്തെക്കുറിച്ചും ഈശോ മിശിഹ തൻ്റെ തിരുരക്തത്താൽ നേടിയ അവകാശത്തിന്മേൽ കൃപയോടെ നോക്കണമെന്നും അങ്ങേ ശക്തിയാലും മഹത്വത്താലും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമെന്നും സവിനയം അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുക്കുടുംബത്തിൻ്റെ എത്രയും വിവേകമുള്ള കാവൽക്കാര, ഈശോ മിശിഹായുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ ആദരിക്കണമേ. എത്രയും സ്നേഹമുള്ള പിതാവേ, അബദ്ധത്തിൻ്റെയും വഷളത്വത്തിൻ്റെയും കറകളൊക്കെയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ എത്രയും വല്ലഭനായ പാലക, അന്ധകാര ശക്തികളോട് ഞങ്ങൾ ചെയ്യുന്ന യുദ്ധത്തിൽ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ കൃപയോടെ സഹായിക്കണമേ. അങ്ങ് ഒരിക്കൽ
ഉണ്ണി ഈശോയെ മരണകരമായ അപകടത്തിൽ നിന്ന് രക്ഷിച്ചതുപോലെ ഇപ്പോൾ ദൈവത്തിൻ്റെ തിരുസഭയെ ശത്രുവിൻ്റെ കെണിയിൽ നിന്നും എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തുകൊള്ളണമേ. ഞങ്ങൾ അങ്ങേ മാതൃകയനുസരിച്ച് അങ്ങേ സഹായത്താൽ ശക്തി പ്രാപിച്ച് പുണ്യജീവിതം കഴിക്കാനും നല്ല മരണം ലഭിച്ച് സ്വർഗത്തിൽ നിത്യഭാഗ്യം പ്രാപിക്കുവാനും തക്കവണ്ണം അങ്ങേ മധ്യസ്ഥതയാൽ ഞങ്ങളെല്ലാവരെയും എല്ലായ്പ്പോഴും കാത്തുകൊള്ളണമേ. ആമേൻ. We will now move on to the prize distribution for the preparation of logo. Out of over 75 plus entries, 2 entries were selected and blended together to make our diocesan logo of the year. The first prize for the same goes to Mrs. Anna Prince from St. Teresa's Church, Kandivali West. I request Mrs. Anna Prince to please come on stage, and I would like our bishop to give away the prize. The second prize goes to Father Sajesh from Malad West. Sadly, Father Sajesh couldn't be here today. Thank you, Bishop. As we move towards the end of today's event, I would like to call on stage Mrs. Joffi Anil, the Pastoral Council Joint Secretary, for the vote of thanks. There's beauty in gratitude. There's happiness in appreciation. And when we find reasons to say thank you, we are actually finding reasons to smile more. Showing gratitude is one of the simplest yet most powerful thing. The greatest and the best prayer that anyone could ever say. I consider it as a great privilege to propose the vote of thanks to all the dignitaries who have witnessed a memorable and a successful event today. First of all, I would like to take this opportunity to thank our Heavenly Father for making today's event a resounding success. By His blessings and grace, we were able to make this event a smooth sail. A humble and sincere gratitude to our Bishop Mar Thomas Elevanal. Pidave, your thoughts and words have enlightened our mind and shown us a new path. Thank you, Monsignor Francis Elevathingal Protosenchulus, for explaining to us in brief about the apostolic letter Patris Corde of the Holy Father, Pope Francis, on the 150th anniversary of the proclamation of Saint Joseph as patron of the Universal Church, and highlighting the various virtues of Saint Joseph as a beloved father, tender loving father, an obedient father, an accepting father, creatively courageous father, working father, and a father in shadows. A heartfelt gratitude to Reverend Father Jojo Arakil, Chancellor, for welcoming each one of us present here with the most heart-touching words. Further, I would like to extend my thank you to Father Emmanuel Kadangavil, Rector, Mother of Victory Church, Tikujunivadi, for explaining in a very simple yet significant way about indulgences. As Saint Augustine says, singing is twice praying. I want to thank the choir of St. Joseph Church, Pavai, who helped us in adding more dimension of honor and praise to our Lord through the prayer song. Once again, I would like to take this opportunity to thank everyone, especially Mr. Jose Matthew, Pitruvedi and KLM President, for his presence during the occasion, Ms. Jonet Thomas for hosting the event, and all who have worked backstage for making this online event a huge success. May the grace and love of God be with you all. Thank you. Thank you for your kind words. With this, we come to the end of this event. I once again thank each and every one of you present here
showing their support for the inauguration of the year of St. Joseph. With that, I bid you all adieu. I hope you all have a great day and a great year ahead of you. Thank you.